കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ മൗനം പാലിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ആരാണെന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നതുവരെ പരസ്യ ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് വി.ഡി. സതീശൻ. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പിന്തുണയ്ക്കുമെന്നും വി.ഡി. സതീശൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം 24 മണിക്കൂർ കൊണ്ട് തീരുമാനമെടുക്കേണ്ട വിഷയമല്ലെന്നും ചർച്ചകൾ 4-ാം തീയതി കഴിഞ്ഞ് നടക്കട്ടെ എന്നും കെ മുരളീധരൻ പറഞ്ഞു. കെ സുധാകരൻ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയെ കണ്ടതിൽ കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാൻ അവകാശമുണ്ടെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. അപ്പോൾ ആര് പറയണം ആര് പറയണ്ടെന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അത് പറയേണ്ട സമയത്തല്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, മുഖ്യമന്ത്രി വിഷയത്തിൽ തൽക്കാലം മൗനം പാലിക്കാനാണ് വി.ഡി. സതീശന്റെ തീരുമാനമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റു നേതാക്കളും ഏതാണ്ട് അതേ നിലയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരെ അനുകൂലിക്കുന്നവരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നതും. ഇപ്പോൾ എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? ശ്രീജിത്ത്. മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ച മെയ് 4 കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയെന്ന അഭിപ്രായവും നിർദ്ദേശവും KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉള്ളപ്പോഴാണ് ഇന്നലെ AICC അധ്യക്ഷൻ മല്ലികാർജുന ഖർഗെ സന്ദർശിച്ച ശേഷം കെ സുധാകരൻ മുൻ KPCC പ്രസിഡന്റ് തന്റെ നിലപാട് പരസ്യമാക്കിയത്. KPCCയുടെ മുൻ അധ്യക്ഷനായ കെ സുധാകരൻ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. ഇത്തരമൊരു അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തിയതിൽ കോൺഗ്രസിനകത്ത് പരക്കെ അതൃപ്തിയുണ്ട്, നേതാക്കൾക്കിടയിൽ എതിർപ്പുണ്ട്. പ്രത്യേകിച്ചും വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവരെ അനുകൂലിക്കുന്ന നേതാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വിവാദത്തിൽ ഇടപെട്ട ഒരു പ്രതികരണം നടത്തേണ്ടതില്ല എന്നാണ് വി.ഡി. സതീശന്റെ നിലപാടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കാൻ സമയമായിട്ടില്ല. ചർച്ചകൾ തുടങ്ങുന്ന ഘട്ടത്തിൽ വി.ഡി. സതീശൻ തന്റെ നിലപാട് പറയും. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ. ഹൈക്കമാൻഡ് തീരുമാനം വരുമ്പോഴായിരിക്കും തന്റെ അഭിപ്രായം എന്താണെന്ന കാര്യം, തന്റെ നിലപാട് എന്താണെന്ന കാര്യം സതീശൻ വ്യക്തമാക്കാൻ പോകുന്നത്. അതുവരെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കോ പരസ്യ വിവാദത്തിനോ ഇടപെടലിനോ ഇല്ല എന്നാണ് സതീശന്റെ ഉറച്ച നിലപാടെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ സതീശന് ലഭിക്കുമെന്നും അദ്ദേഹത്തിന്റെ അനുകൂലികളും അദ്ദേഹത്തെ ഒപ്പമുള്ള നേതാക്കളും കണക്കുകൂട്ടുന്നു. കാരണം സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് ഈ മുന്നണിയെ നയിച്ചയാളെന്ന നിലയിൽ സതീശനാണ്. അപ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണ ആ നിലയ്ക്ക് സതീശന് അനുകൂലമായി വരും എന്ന പ്രതീക്ഷയാണ് അവർക്ക് ഉള്ളത്. എന്നാൽ കെ സുധാകരനെ പോലുള്ള നേതാക്കൾ ഈ ചർച്ച തുടങ്ങി വെക്കുകയും ചർച്ചയിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും അത് ഹൈക്കമാൻഡിന് മുന്നിലേക്ക് KC വേണുഗോപാലിന്റെ പേര് എത്തിക്കുകയും ചെയ്തെങ്കിലും ഇപ്പോൾ ഇടപെട്ട് ചർച്ച ചെയ്ത് ഒരു വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് സതീശനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നതിന് കരുതുന്നത്. രമേശ് ചെന്നിത്തല വിഭാഗം നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിലില്ല എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മെയ് 4 ഫലം വരട്ടെ, എത്ര സീറ്റ് ഉണ്ട് എന്ന കാര്യം അറിയട്ടെ, അതിനുശേഷം ബാക്കി തീരുമാനമെടുക്കാം എന്നൊരു തരത്തിലുള്ള ചർച്ചയാണ് കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് പൊതുവേ ഉള്ളത്. എങ്കിലും കെ സുധാകരൻ നടത്തിയ പ്രതികരണത്തിൽ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ചും വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.